السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على نبينا وحبيبنا محمد وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിവാദങ്ങളും നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ ഖുർആൻ പാരായണങ്ങളും എല്ലാ നല്ല ചിന്തകളും അല്ലാഹു നമ്മിൽ നിന്ന് സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ എന്നും നമുക്കൊരു പാഠമാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ചരിത്രബോധമാണ്. നമുക്കറിയാം, നമ്മളൊരു വാഹനം ഓടിക്കുകയാണെങ്കിൽ മുന്നിലേക്ക് കാണാൻ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ പിന്നാമ്പുറം കാണാൻ എത്ര നിറങ്ങളുണ്ടാവും? 3 എണ്ണം. ഈ 3 ഗ്ലാസ് ശരിയല്ലെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാൻ കഴിയില്ല. ചില ഓട്ട മത്സരങ്ങൾക്ക് നിൽക്കുന്ന മത്സരാർത്ഥികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരെ കൊണ്ടുപോയി ലൈന് നിർത്തിക്കഴിഞ്ഞ് 1ാമത്തെ വിസിലടിക്കുമ്പോഴേക്ക് ഒരു കാല് മുന്നോട്ടും മറ്റൊരു കാല് പിന്നോട്ടുമായിട്ട് അവരിങ്ങനെ വെക്കുന്നുണ്ട്. ആ പിന്നോട്ട് വെച്ച കാല് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചു നോക്കണം. അതിലായിരിക്കും അതീവ ശക്തി ഉണ്ടാവുക. പിന്നിൽ വെച്ച കാലിൽ നിന്ന് ശക്തി സംഭരിച്ചാണ് മുന്നോട്ടൊരു ആള് കുതിക്കുന്നത്. ആ നൃത്തം ശരിയല്ലെങ്കിൽ അവന് വിസിലടിക്കുമ്പോഴേക്ക് മത്സരത്തിന് തയ്യാറാവാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത്, ഇന്നലെയെ മനസ്സിലാക്കാതെ നമുക്ക് നാളത്തേക്കുള്ള പ്രയാണത്തിന് കഴിയില്ല. അങ്ങനെയാണ് നമ്മൾ. എങ്കിൽ റമളാൻ 17 നമ്മൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്, 1ാമത്തെ തറാവീഹിനും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോ റമളാൻ 17 നടന്ന ഒരു ബദർ ഉണ്ടല്ലോ, നിങ്ങൾ കേൾക്കാത്തതല്ല. എന്നാലും ഈ ദിനത്തിന്റെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളുടെ ഈമാനികമായ ആത്മീയാനുഭൂതിക്ക് ചൈതന്യം നൽകുന്ന ലോകത്തെ 1ാമത്തെ സ്രോതസ്സാണ് ബദർ എന്ന് പറയുന്നത്, ബദരീങ്ങൾ എന്ന് പറയുന്നത്, ബദർ ശുഹദാക്കൾ എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈമാനിന്റെ തഖ്വയുടെ ഈ ലോകത്തെ പാരമ്യത, അതിന്റെ ഏറ്റവും ഉയർന്ന നിലവാരമുണ്ടോ, അതാണ് ശരിക്കും ബദർ ശുഹദാക്കൾ എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ 1-2 ഭാഗങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യമുള്ള ചില സംഗതികൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ പഠിക്കണമെന്നറിയോ? നിങ്ങൾക്ക് അറിയുമ്പോഴാണ് ഓർമ്മപ്പെടുത്തുന്നത്. ബദറിനെ കുറിച്ച് പറഞ്ഞിടത്ത് ആയത്ത് എന്നാണ് അല്ലാഹു അതിനെ പറഞ്ഞത്. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅത്തൈനി ഇൽതഖത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വ ഉഖ്റാ കാഫിറത്തുൻ. ആയത്ത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഉപയോഗിച്ചുള്ളത് എന്തിനെ കുറിച്ചാണ്? വിശാലമായ പ്രപഞ്ചം, ആകാശം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ, നമ്മൾ പഠിക്കുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന വലിയ പാഠത്തെയാണ് ആയത്ത് എന്ന് പറയുക. ആ അർത്ഥത്തിലാണ് ഖുർആനിന്റെ ഒരു വചനത്തിന് ആയത്ത് എന്ന് പറയുന്നത്. അപ്പോ ഈ ലോകത്തെ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയെ പഠിക്കുമ്പോൾ കിട്ടുന്നൊരു പാഠം പോലെ
അള്ളാഹുവിന്റെ ദീന് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിമഹത്തരമായ ഒരു പാഠമാണ് ബദർ എന്ന് പറയുന്നത്. അത് ബദർ ഒരിക്കലല്ല ഒരു വികാരമല്ല, അത് നമ്മുടെ ഒരു വിചാരമാണ്, വിവേകമാണ്. നിങ്ങൾക്കറിയാലോ, ഈ ബദർ ഉണ്ടാകുന്നൊരു രംഗമുണ്ട്. ആ രംഗം വളരെ വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലാണ്. മക്കത്ത് മുസ്ലിമീങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അങ്ങനെ മദീനത്തേക്ക് ചെന്നു. മദീനത്തേക്ക് ചെല്ലുന്നതിന്റെ തൊട്ട് മുമ്പ് ഈ കാലഘട്ടത്തിലെ ശത്രു വിഭാഗങ്ങൾ ഇസ്ലാമിനെതിരെ ഉപയോഗിക്കുന്ന എന്തെല്ലാം തന്ത്രങ്ങളുണ്ടോ അതിനെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള തന്ത്രങ്ങളാണ് ആ കാലഘട്ടത്തിൽ അവർ പയറ്റിയിരുന്നത് എന്നാണ്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒക്കെ പണം പറയല്ല, നിങ്ങള് ചേർത്തി വായിക്കണമെന്നുള്ള ആൾക്ക് പറഞ്ഞതാണ്. ആ സന്ദർഭത്തില് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ അവര് തിത്താല് നടത്തിയത്. സത്യത്തിൽ എന്തിനാണ് തിത്താല് എന്ന് പറയാ? നമ്മൾ തിത്താല് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് പറയാറുള്ളത്. സത്യത്തില് തിത്താല് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ യുദ്ധം എന്താ? ഒന്നാമത്തെ യുദ്ധം എന്ന് പറയുന്നത് മനസ്സിന്റെ സന്നദ്ധതയാണ്, ദീനിനോടുള്ള കൂറ. ഇതുണ്ടെങ്കിലാണ് ബാക്കി വിജയിക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പടച്ചവൻ നമ്മളോട് എവിടെയും ജയിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അവിടെ പോയിട്ട് ജയിച്ചു വരുമെന്ന് ദീനിൽ എവിടെയില്ല. അല്ല നമ്മളോട് ആകെ പറഞ്ഞെന്നുള്ളൂ അറിയോ? നിങ്ങൾ ചെയ്യാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സെന്താണുള്ളത് ഞാൻ നോക്കും. മനസ്സെങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വിജയം തരും. അവിടെയാണ് ബദർ നടക്കുമ്പോ മുസ്ലിമീങ്ങളുടെ അവസ്ഥ പറഞ്ഞിടത്ത് നമ്മൾ പഠിക്കണം. വഅൻതും അദില്ലത്ത് എന്നൊരു വാക്കുണ്ട്. ഈ അദില്ലത്ത് എന്ന് പറഞ്ഞാൽ നിസ്സാരന്മാർക്ക് പറയുന്ന പേരാ. നിങ്ങളന്ന് അതിനിസ്സാരന്മാരായി. വേറെ ഭാഗത്ത് പറഞ്ഞത് ഇത് അൻതും ഖലീലുൻ മുസ്തദഅഫൂന ഫിൽ അർദി തഖാഫൂന അയതഹത്തഫകുമുൻ നാസ്. ജനങ്ങൾ നമ്മളെ റാഞ്ചി എടുത്തു കൊണ്ടുപോകുമാറ് പിന്നെ വളരെ നിസ്സന്മാരായ ആളുകളായിരുന്നു നമ്മൾ എന്ന്. ആ പിന്നെ പടച്ചവന്റെ സഹായം എങ്ങനെ ഉണ്ടായി? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ പറയുന്ന വാക്ക് നല്ലപോലെ എഴുതി വെക്കണം. മുസ്ലിമികൾക്ക് നമ്മൾക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ഏതാണ്? വലുപ്പം കൊണ്ടല്ല നിങ്ങൾ ജയിച്ച് കയറിയത്. ഏതൊരു പ്രവർത്തനത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത നമുക്കല്ലേ ഇല്ലാത്തതുള്ളൂ, അല്ലാഹുവേ നിന്റെ അടുക്കൽ എമ്പാടും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പ്രതീക്ഷ ഇവിടെ വെക്കണം. നമുക്കേ കഴിവില്ലാത്തതുള്ളൂ, അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടല്ലോ. ആ പ്രതീക്ഷ വെച്ച് നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ അള്ളാഹു വിജയിപ്പിക്കും. ഇനി നിങ്ങൾ പഠിക്കണം, നമ്മുടെ അടുക്കലേ ഇല്ലാത്തതുള്ളൂ, അള്ളാഹിന്റെ അടുക്കൽ ഉണ്ടല്ലോ. 1300ഓളം ആളുകളാണ് ഖുറൈശിപ്പട എന്ന് പറയുന്നത്. അവരുടെ അടുക്കൽ എന്തൊക്കെയാണെന്ന് അറിയാം? ലോകത്ത് ശരിക്കും ഞാൻ ചരിത്രങ്ങളൊക്കെ പഠിച്ച ഭാഗത്ത് ഏറ്റവും വലിയ ബുദ്ധി കൂർമ്മതയുള്ള ആളുകളിൽ ഒരാളാണ് അബൂജഹല്. അബൂജഹൽ ചില്ലറക്കാരനല്ല, ഭയങ്കര. ഈ അബൂജഹല് എന്നെ പേര് പറയുന്നത് അയാളെ പേരതുമല്ല, അയാളെ പേര് അംർ ഇബ്നു ഹിഷാം എന്നാണ്. പിന്നെ അയാളുടെ വിവരം കൊണ്ട് കിട്ടിയ പേരാണ് ശരിക്ക് അബൂജാഹിൽ എന്ന് പറയുന്നത്. ജാഹിൽ എന്ന് പറയുന്ന വാക്കിന്റെ വേറൊരു അർത്ഥം കിട്ടും, അത് പറയാൻ നമുക്ക് നേരമില്ല. ഇയാള് ആ കാലഘട്ടത്തില് ഈ ജാഹിലിയ കാലഘട്ടങ്ങളിലൊക്കെ അറബികൾ തമ്മിൽ മത്സരങ്ങൾ നടക്കാറുണ്ട്. പ്രസംഗ മത്സരമുണ്ട്, കവിതാ മത്സരം. അതിനൊക്കെ ജഡ്ജ്മെന്റിന് പോകുന്ന ഭയങ്കര വിവരസനം, ബുദ്ധി അപാര ബുദ്ധിയാണ്. അയാളാണ് ഇവരുടെ നേതാവ്. 1300 പരം ആളുകൾ, 100 കുതിരകൾ, കണക്കില്ലാത്ത ഒട്ടകങ്ങൾ, 600 പടയങ്കികൾ. അവിടുന്ന് എന്ത് വിട്ടു വന്നാലും ഇന്ന് നമ്മള് അന്തരീക്ഷത്തിൽ മറ്റവർ തടയുന്നത് പോലെയുള്ള എല്ലാ സംവിധാനവും ഇവരെ കയ്യിലുണ്ട്. കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോ ആകെ 313 ആളുകളുടെ കയ്യില് 240 പരം അൻസാറുകളുണ്ട്, 82 ചില്ലാനം മുഹാജിറുകളുണ്ട്. അവരുടെ മുഹാജിറിന്റെ അമീർ അലി റളിയല്ലാഹു അൻഹു ആണ്.
ഒരു ഭാഗത്ത് മിഖ്ദാദ് ബിൻ അംർ ഉണ്ട്, മറ്റൊരു ഭാഗത്ത് സാദ് ബിൻ മുആദ് ഉണ്ട്. 2 കുതിരണ്ട്, 70 ഒട്ടകങ്ങളുണ്ട്. പിന്നെ സാധാരണ ഒരു കയ്യിൽ പിടിക്കുന്നതുകൊണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിലേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോ ഇവർ 2 കൂട്ടരെയും വിളിച്ചിട്ട് നബി ഒരു ചെറിയൊരു സംഭാഷണം നടത്തി, ഒരു അഭിപ്രായം ചോദിച്ചു. ആ അഭിപ്രായമാണ് അള്ളാഹു കബൂൽ ചെയ്തത്. അതിനാണ് നമ്മളെ കിത്താൻ എന്ന് പറയാം. ഇവിടെ എത്രയും ആളുകളുണ്ടല്ലോ, അവരോട് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്, നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് വളരെ മനോഹരമായ നിലക്ക് സംസാരിച്ചു. അത് ഭയങ്കര ഒരു വൈകാരിക രംഗമാണ്. 33-കാരനായ സഅദ് റളിയല്ലാഹു അൻഹു, ആ കഥ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് പറഞ്ഞു തന്നു. സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ ലാ നഅരിഫുൽ കദിബ്, ഞങ്ങൾ ഇന്നേ വരെ കളവ് പറഞ്ഞിട്ടില്ല. ലാ നകദിബ് വലാ നഅരിഫുൽ കദിബ്, ഞങ്ങൾക്ക് കള്ളത്തരം അറിയില്ല, കളവറിയില്ല, കളവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. ശത്രുക്കളെ കാണുമ്പോൾ അങ്ങേക്ക് ഞങ്ങളെ കണ്ട് സന്തോഷിക്കാം. എന്നിട്ട് പറഞ്ഞ വാക്കെന്നറിയ, അറബ് മൂലത്തിൽ കാണുന്നുണ്ട്, ഈ കണ്ണിന് ഇമയാട്ടമുള്ള കാലം. കണ്ണിന് ഇമയാട്ടം എന്ന് പറഞ്ഞാൽ മോർച്ചറിയിൽ കിടക്കുന്ന ഒരു ബോഡി ഉണ്ടെങ്കിൽ സാധാരണ പരിശോധിക്കൽ എങ്ങനെയാണ്, ജീവനുണ്ടോ നോക്കാൻ. കാലിന്റെ അടിയിൽ ഇങ്ങനെ വന്നിട്ട് വരഞ്ഞാൽ ആദ്യം അനക്ക് എവിടെ വരണം? കണ്ണിൽ തുടിപ്പുണ്ടോ എന്നാ നോക്കുക. ആ തുടിപ്പുണ്ടെങ്കിൽ അക്കാലത്ത് വരെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അള്ളാഹുവേ, നിന്റെ അടിയാറുകളുടെ സന്നദ്ധത അറിയിച്ചു, ഇനി നീ ഞങ്ങളെ സഹായിക്കണം. അല്ല, അപ്പോഴൊക്കെ സഹായം. നമ്മളൊരു സംഗതി മനസ്സിലാക്കണം. മുഹാജിറുകൾ ഈ 240 ആളുകൾ ഉണ്ടല്ലോ, 82 ചില്ലാനം ആളുകൾ, ഇവരാരോടാ യുദ്ധം ചെയ്യണത്? നമ്മളതിന്റെ രംഗാലോചിച്ച് നോക്കൂ. സ്വന്തം വാൾത്തലത്തിന് കീഴെ ഒന്നുകിൽ വാപ്പമാര്, അല്ലെങ്കിൽ മക്കള്, അല്ലെങ്കിൽ അമ്മാവന്മാര്, അല്ലെങ്കിൽ ബ്രദേഴ്സ്, ഇങ്ങനെ സ്വന്തം കുടുംബക്കാരുടെ മുമ്പില് സ്വന്തം കൈകൾ കൊണ്ട് കൂടപ്പറപ്പുകളുടെ കരളുകൾ അടക്കേണ്ടി വരുന്ന വലിയ പരീക്ഷണ ഘട്ടത്തിലാണ് മുഹാജിറുകൾ ഉള്ളത്. അന്നേരത്താണ് അവർ വിജയിക്കുന്നത്. ഞാൻ അത് പറഞ്ഞത് നമ്മൾ ഓർത്തു നോക്കേണ്ടതറിയോ? മനസ്സ് നമ്മൾ അല്ലാഹുവിന് കൊടുത്തോ, അല്ലാഹ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഏതായാലും ശരി അല്ലാഹു നമ്മളെ സഹായിക്കും. അപ്പോഴാണ് അല്ലാഹു എന്ത് ആയത്തിറക്കിയത്. എന്നിട്ട് നമ്മളെ ഇമാം മോദിയിലെ സൂറത്ത് അൻഫാലിലെ ഓരോ ആയത്തുകളും അൻഫാല് കൃത്യമായിട്ട് പഠിക്കണം. അൻഫാലിലാണ് യുദ്ധകാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തരുന്നത്. ബദർ ഭംഗിയായി പറഞ്ഞു തരുന്നുണ്ട്. സ്നേഹം ആരോടാണെന്ന് അല്ലാഹു ആദ്യം നോക്കും. ഈ ബദറിൻ ഈ അൻഫാലിന്റെ തുടക്കത്തിൽ ആയത്ത് പറഞ്ഞു തന്നിരുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എന്നിട്ട് തുടങ്ങിയിട്ട് ഈമാൻ പറഞ്ഞു, നിസ്കാരം പറഞ്ഞു, സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് അവസാനം കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ എന്ന് പറഞ്ഞു. ഈ മാനസികാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബദർ ആവർത്തിക്കാൻ കഴിയുമെന്നാണ് ആദ്യം ഇത് പറഞ്ഞു തന്നിട്ട് പിന്നെന്ത് പറയണത്, പിന്നെ ബദർ യുദ്ധം പറയാൻ കാരണം. അത് നമ്മൾ എന്ത് ചെയ്യാൻ പറയാം, ഒന്ന് ചേർത്തി വായിക്കണം. പടച്ച റബ്ബ് അവിടെ ഇവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, 1000 മലക്കുകളെ ഞാൻ ഇറക്കി തരാൻ പറഞ്ഞു. 5000 മതിയോന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മലക്കിന്റെ ശക്തി എത്ര അറിയാം? ഒരു മലക്കിന്റെ ശക്തി അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് ഒറ്റ മലക്ക് എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ 2 പ്രാവശ്യം മലക്കിനെ കണ്ടിട്ടുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാമയെ 600-ൽ പരം ചിറകുകളോടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപ. ത്വായിഫില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചിരിക്കുന്ന നേരത്ത് മലക്ക് വന്നിട്ട് നബിയോട് ചോദിച്ചല്ലോ, റസൂലേ, നിങ്ങളുടെ അനുമതി ഉണ്ടെങ്കിൽ ഈ ത്വായിഫ് മല ഇങ്ങനെ എടുത്തിട്ട് ഞാൻ മറിച്ചതാണ്. അപ്പൊ ഒരു മലക്കിന്റെ കഴിവ് എത്രയാ, ശക്തി എത്രയാ? അത്ര ശക്തിയല്ലേ? ആ സ്ഥാനത്താണ് 1000 എന്ന് വയ്ക്കുന്നത്. എന്തിനറിയാമോ?
വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ബിഹി ഖുലൂബുകും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. നമുക്ക് സമാധാനം കിട്ടാനാണ് പടച്ചോൻ അങ്ങനെ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഒരു അൺസീനായ ഒരു ആർമി നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ മുഅ്മിനുകളാണോ? നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു ശക്തി നിങ്ങളുടെ കൂടെ സഹായത്തിന് വേണ്ടി ഞാൻ തന്നിരിക്കും. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നമ്മൾ എന്തിനാ പേടിക്കുന്നത് എന്നാണ്. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എവിടെയും നമ്മളോട് ജയിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോയി ജയിച്ചു വരുമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ പ്രവർത്തിക്കുമ്പോ നിങ്ങളെ സഹായിക്കാൻ, തുണക്കാൻ ഞാനുണ്ട്. ഞാൻ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ആയത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് സൂറത്ത് ആൽ ഇംറാനില് 14-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞെന്നറിയോ? ഭൗതിക വിഭവങ്ങളോടുള്ള ആസക്തി എന്ന് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ അന്നേ നമുക്ക് ബദർ ആവർത്തിക്കാൻ കഴിയുള്ളൂ. ദുനിയാവിലുള്ള സുഖങ്ങളുടെ പിന്നാലെയാണ് നമ്മളെങ്കിൽ നമുക്ക് ആവർത്തിക്കാൻ കഴിയില്ല. എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മുടെയൊക്കെ നാട്ടില്, കേരളത്തിലൊക്കെ മുൻ ചില മന്ത്രിമാര് സൂചിപ്പിച്ച വാക്കുകൾ നിങ്ങൾ കേട്ടിരിക്കും. ഞാൻ അത് പറയാനല്ല. മദ്രസയിൽ പഠിച്ചിട്ടുള്ള മക്കളാണ് പല തിന്മകളുടെയും പിന്നിൽ എന്ന് പറയുന്നു. യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട പല സംഗതികളുണ്ട് ഇതില്. നമ്മുടെ മക്കൾ എന്തുകൊണ്ട് തിന്മകളുടെ കൂടെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എനിക്കറിയുന്ന പല മക്കളും പിടിക്കപ്പെടുക. എന്താ കാരണം വെച്ചാൽ ആകെ 10,000 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് പല തെറ്റുകളും അവർ ചെയ്യാം. പണത്തിന്റെ മുമ്പിൽ നമ്മുടെ കൈകൾ വിറച്ചു പോവുക എങ്കിൽ ബദർ ആവർത്തിക്കാൻ കഴിയൂല എന്നാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിനാണ് നമ്മളുടെ മനസ്സ് തമ്മിൽ ഭയങ്കര ശക്തി ഉണ്ടാകണം. ബദറിന്റെ തലേന്ന് അള്ളാഹ് നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന, നമ്മുടെ ഈമാൻ ശരിയാണോ നമുക്ക് സൗകര്യം തരും. മറ്റൊരു കാഴ്ചപ്പാടേ അല്ല. ഇപ്പോ ബദറിൽ യുദ്ധരംഗം ഒരുക്കുക. ഞാൻ പറഞ്ഞല്ലോ, അബൂജഹലിന്റെ ബുദ്ധി ഭയങ്കര. അവരാദ്യം വന്ന സ്ഥലം ഒരുക്കി. ഏറ്റവും സൂപ്പർ സ്ഥലമാണ് മുശ്രിക്കുകൾ കൈയടക്കിയത് താഴ്വരയിലാണ്. മുസ്ലിമീങ്ങൾക്ക് കിട്ടിയത് മലയുടെ മുകളിലാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ താഴോട്ടിങ്ങനെ നോക്കുമ്പോ 1300 ആളുകള്, 600 കുതിരകൾ, പിന്നെ ഒട്ടകങ്ങള്, 100 കുതിരകള്, ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ട ഒരു വലിയ സമൂഹമായിട്ടല്ല നിൽക്കുക. മുകളിൽ ഇവര് കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ അന്ന് വൈകുന്നേരം തമ്പടിച്ചപ്പോ ഈ കുന്നിന്റെ മുകളിൽ ശക്തമായ ഒരു മഴ കിട്ടി. നല്ല മഴ കിട്ടിയാൽ എന്താ പറയാ, ഈ ചൂടത്ത് മഴ കിട്ടി നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു മയക്കം വരും. മനസ്സിന്, ശരീരത്തിന് ക്ഷീണം ബാധിച്ചാൽ നമ്മൾ അറിയാതെ കണ്ട് ഉറങ്ങി നോക്കി ഒന്ന് പോയി നോക്കിയാൽ നമ്മൾ എണീക്കുമ്പോ ഒരു എനർജി ആയിട്ടാണ് നമ്മൾ എണീക്കുക. ഇവർക്ക് വെള്ളമല്ല, മഴ കൊണ്ട് തോൽസഞ്ചിയില് വെള്ളം പിടിച്ചു വെച്ചു. ഇവരുടെ മയക്കം ക്ഷീണം പോയി, ഉറക്കമെല്ലാം കിട്ടി. എല്ലാം അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുത്ത് പല ഭാഗത്തു നിന്നും വന്ന വേസ്റ്റുകള് മുഴുവനും ഈ ശത്രുക്കൾ നല്ല സ്ഥലം എന്ന് വിചാരിച്ചിടത്തൊക്കെ ചെളികൾ അങ്ങ് നിറഞ്ഞു. നേരെ സാഹചര്യം തന്നെ അള്ളാഹു മാറ്റിമറിച്ചു. അതാണ് അള്ളാഹ് ഒരുക്കി തരും എന്ന് പറയും. നമ്മൾ വിചാരിക്കുന്നതേ അല്ല അള്ളാഹ് വിചാരിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിലേക്ക് നമ്മൾ വീണ്ടും വരണം. ഇനി ജയിച്ചത് എങ്ങനെ അറിയോ? മുസ്ലിമീങ്ങൾക്ക് ജയം ഇങ്ങനെ വരിക. അപ്പോ അബൂജഹൽ വീണ്ടും ചാരന്മാരെ അയച്ചു. എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ജയിക്കുന്നത് എന്നറിയാൻ വേണ്ടി അവ ചാരന്മാര് കൊടുത്ത റിപ്പോർട്ടിൽ നമുക്ക് കാണാം. ഭയങ്കര നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. മുസ്ലിമീങ്ങളുടെ കയ്യിൽ സാധാരണ അറബികൾ ഉപയോഗിക്കുന്ന വാളല്ലാതെ മറ്റൊന്നുമില്ല. അവർക്ക് ആയുധശേഷിയില്ല, പ്രതിരോധ കഴിവില്ല. അവര് പക്ഷേ അവരുടെ ശത്രുക്കളെങ്ങാനും അവരെ തൊട്ടാൽ ഒന്നിച്ചു നിന്ന് തേനീച്ചകൾ ആക്രമിക്കുന്നത് പോലെ ആക്രമിച്ച് അവർ നമ്മെ ഇല്ലാതാക്കും. അതുകൊണ്ട് അവരോട് നിങ്ങൾ എതിരിടുന്നതിന് സൂക്ഷിച്ചു വളർന്നാണ്.
ഒരു മനസ്സിന്റെ അടുപ്പം. ആ അടുപ്പം എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് നമുക്ക് നമ്മുടെ വീര്യം പോകുന്ന. ഈ യുദ്ധത്തിന് അണികൾ ഒരുക്കുന്ന ഒരു സമയമുണ്ട്. ഈ അണികൾ ഒരുക്കുന്ന ഒരു സമയത്ത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാൻ റളിയല്ലാഹു അൻഹു ഓരോരുത്തരെങ്ങനെ അണിയിക്കുമ്പോ നബിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ഒരു വടിയോട് ഇങ്ങനെ തോണ്ടിയപ്പോൾ ഒരു സഹാബിയുടെ വയറ്റത്തിൽ നിന്ന് കൊണ്ട് അദ്ദേഹം പറഞ്ഞ്, നബിയെ, എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണം. നിങ്ങൾ കേട്ട സംഭവമാണ്. നമ്മള് ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു അമീറിന് നേരെ അയാൾ ചെയ്ത ചെറിയൊരു പ്രവർത്തനത്തിന്റെ പേരിൽ നിങ്ങളോട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ ഒരു സംഭവം പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്ത പിന്നെ അയാളില്ലല്ലോ. അങ്ങനെയാണല്ലോ ഇന്നത്തെ കാലങ്ങൾ മുഴുവൻ വായിച്ചു നോക്കുക. മന്ത്രിക്കെതിരെ, രാജാവിനെതിരെ വിരലനക്കിയാൽ പിന്നെ ആ പ്രജ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്ക് കേട്ടപാടെ കുപ്പായങ്ങൾ മാറ്റി കാണിച്ചു. ഉമറിനെ പോലെയുള്ള ആളുകളുടെ കണ്ണൊക്കെ ചുവന്നുപോയി. ഈ സമയത്താണ് പ്രതികാരം തട്ടികളാണ്. അങ്ങനത്തെ ഒരു വർത്താനം ഇങ്ങനെ വന്നുപോയി. നബി പറഞ്ഞ ഒന്നും നോക്കണ്ട. എന്നാ സമയത്താണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു നബിനോട് കെട്ടിപ്പിടിച്ചിട്ട് തുരുതുരെ ആ വേദിയിൽ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, ഹബീബായ റസൂലേ, എനിക്കല്ല തന്ന ഏറ്റവും വലിയൊരു സുവർണാവസരമാണ്. എന്റെ അവസാന ആലിംഗനമായിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ശക്തി സംഭരിച്ച എവിടേക്ക് പോകുന്നത്? രണാങ്കണത്തിലേക്ക് പോകുന്നത്. സത്യത്തിൽ അതല്ലേ വിജയ കാരണം. നമ്മുടെ മനസ്സ് നമ്മളൊന്ന് ശരിക്കാലോചിച്ച് നോക്കും. മുഅ്മിനുകളുടെ മനസ്സിന്റെ ഒരവസ്ഥ ഉണ്ടല്ലോ. അത് പറയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സഹാബി ഇങ്ങനെ കയറി വരുമ്പോ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു, നബി, എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിരിക്കുക സംഭവം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ അത് അയാളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളത്, ഇനി അള്ളാന്റെ ദീനിന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല, ഞാൻ പറഞ്ഞില്ല. അതെങ്ങനെ പറയാൻ വെച്ചു? പറയണം എന്ന് പറഞ്ഞു. എന്നാൽ അവർ രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത് പിടിപ്പിച്ചിട്ട് പറഞ്ഞു, നാളെ പടച്ചറപ്പ് പരലോകത്ത് നിന്ന് മഹ്ശറയിൽ വിളിക്കും. ഐനൽ മുതഹാബൂന ഫിയ, ഐനൽ മുതജാലിസീന ഫിയ, ഐനൽ മുതആതിഫീന ഫിയ. എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരെവിടെ? വരൂ, അവർക്ക് ഞാൻ അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കുന്നവർ. ഇന്നിപ്പോ ഞാൻ വന്നിട്ട് നിങ്ങളോട് പറയാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിട്ടില്ല എന്ന് വെച്ചാൽ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടു വട്ടം ആലോചിക്കും, ഇവരിപ്പോ എന്തിനാണ് ഇന്നോട് ഒരു വലിയ കാര്യമായിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു വെക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്ത ഉണ്ടാവും. നമ്മളിന്ന് അങ്ങനെ പറയണ്ട, പക്ഷെ നമ്മുടെ ബോഡി ലാംഗ്വേജിലെങ്കിലും അത് വരണ്ടേ എന്നുള്ളതാണ് സഹോദരങ്ങളെ. ഇത് മാത്രല്ല, ബദറിൽ നിന്നാണ് ദീന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാലോ, ബദറിൽ നിന്നാണ് ദീനിന്റെ പ്രകാശനം വരുന്നത്. ഇസ്ലാമിൽ ഒരു ഉമ്മത്ത് നിലനിൽക്കാൻ എന്തെല്ലാം നന്മകൾ വരും, ആ നന്മകളെല്ലാം ബദർ യുദ്ധം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാം കാണാൻ കഴിയും. ആദർശമുണ്ട്, പരസ്പര ബന്ധമുണ്ട്, എല്ലാവരും അവിടേക്കുള്ള പിന്നെ ഒരു സാമൂഹികപരമായ കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ ശരിക്കൊന്ന് പഠിക്കണമെന്നറിയോ? രണ്ട് പ്രാർത്ഥന ഉണ്ടല്ലോ അവിടെ. ഞാൻ പെട്ടെന്ന് നിർത്തും. രണ്ട് പ്രാർത്ഥനകൾ ഉണ്ടല്ലോ. രണ്ട് പ്രാർത്ഥനകളും എങ്ങനെയുണ്ടെന്നറിയോ? രണ്ടും അള്ളാഹുവോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോടാണ് പ്രാർത്ഥിക്കുന്നത്. നബി ഇങ്ങനെ വൈകാരികമായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേ പ്രാർത്ഥന തന്നെയാണ് അബൂജഹലും നടത്തുന്നത്. അല്ലാഹുമ്മ അയ്യുനാ കാന യഖതഉ അതാനാ ബിമാ ലാ നഅരിഫ് ഫഅഹിൽഹുൽ ഹദാ. കഅബയുടെ കില്ല പിടിച്ച് യുദ്ധത്തിനിറങ്ങുമ്പോ അബൂജഹൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അയ്യുനാ കാന യഖതഉ. പടച്ചവനെ, അല്ലാഹുവേ. വിളി ഭയങ്കര ശ്രദ്ധിക്കണം. ഇതേ അല്ലാഹ്ന്നാണ് ആര് വിളിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. ഇവരെ മുഹമ്മദ് ഞങ്ങൾക്ക് പരിചയമില്ലാത്തതാ പറയുന്നത്, ഞങ്ങളുടെ ബന്ധങ്ങളെ മുറിച്ചവരാണ്, അതുകൊണ്ട് നാളെ അവനെ തോൽപ്പിക്കാമെന്നാണ് അബൂജഹലിന്റെ പ്രാർത്ഥന. അപ്പൊ എന്താണ് ഈ രണ്ടും അള്ളേനല്ലോ? എന്താ ഇതിന്റെ പ്രശ്നം?
നമ്മൾക്ക് നമ്മുടെ പ്രബോധന മേഖലകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. ഒന്ന് അള്ളാഹുവോട് മാത്രം, മറ്റൊന്ന് അള്ളാഹുവിനോടും അവസരങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയ അള്ളയല്ലാത്തവരോടും. ഇത് മാത്രമേ പ്രശ്നമുള്ളൂ. അവസരങ്ങൾ മാറി വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് പോയാൽ എല്ലാം നിഷ്ഫലമായി പോയി എന്നുള്ളതാണ്. നിസ്കാരവും ഹജ്ജും നോമ്പും പിന്നെ പടച്ചവനല്ലാത്തവരും വന്നാൽ അവിടെയാണ് നമ്മുടെ സഹോദരങ്ങളുടെ കൈ പിടിക്കേണ്ട രംഗങ്ങളുണ്ടെങ്കിൽ സ്നേഹത്തോടെ കൊണ്ട് പിടിച്ചു കൊടുക്കേണ്ടത് അവിടെയാണ്. കാരണം അത് നഷ്ടപ്പെട്ടാൽ, ഈ രംഗങ്ങളല്ല, ഇത് നഷ്ടപ്പെട്ടാൽ സ്വർഗം ഹറാം, നരകം സുനിശ്ചിതം. അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഞാൻ കേൾക്കൂല എന്ന് വരെ പറഞ്ഞത് ആ ഒരൊറ്റ വിഷയത്തിലാണ്. ഇത് മാത്രമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതറിയോ, അള്ളാഹുവിനേക്കാൾ പേടി മറ്റുള്ളവരെ ഒരിക്കലും ഉണ്ടാവരുത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സഹായം അള്ളാഹുവിൻ്റെതാണ്. നമ്മുടെ ആശ്രയസ്ഥാനം അള്ളാഹുവിന്റെ അടുക്കലാണ്. നമ്മുടെ ആശ്രയം അള്ളാഹുവിലാണ്. ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് മാത്രമാണ്. അഹങ്കാരം ഒരിക്കലും നമ്മളെ ബാധിക്കാനേ പാടില്ല. എപ്പോഴും ഒരു പ്രാർത്ഥന മനസ്സ് നമുക്കുണ്ടാവണം, വിനയം നമുക്കുണ്ടാവണം. അള്ളാഹുവിനേക്കാൾ വലിയ രാജാക്കന്മാരൊന്നും ലോകത്താരുമില്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ആ ആയത്ത് ശരിക്കും നമ്മൾ പഠിക്കണം. ഫിർഔനിനേക്കാളും വലിയ രാജാവൊന്നും ലോകത്തുണ്ടായില്ലല്ലോ. അവരെയൊക്കെ അള്ളാഹ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ദീനിന്റെ അകക്കാമ്പ് നഷ്ടപ്പെടാതെ, ആദർശം എന്ന് വെച്ചാൽ അള്ളാഹുവിനെ മനസ്സിൽ നിറച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഹക്ക് പുലർത്തി നമ്മൾ മുന്നോട്ട് പോയാൽ പരാജയം എന്ന് പറയുന്നതൊന്നും നമുക്കില്ല. അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുമെന്ന അതിമഹത്തായ ഒരു കർമ്മമാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഓർക്കണം, 18 തറാവീഹ് നമ്മൾ നിസ്കരിച്ചു, അൽഹംദുലില്ലാഹ് 17 നോമ്പും കഴിഞ്ഞു അല്ലെ. ഇനിയും നമുക്ക് അള്ളാഹുവോട് അടുക്കാൻ കഴിയുന്നതിൽ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകണം. അള്ളാഹുവിന് 1-ാം സ്ഥാനം കൊടുക്കണം. ഞാൻ വീണ്ടും പറയാറുണ്ട്, എന്തറിയോ, ഇഷ്ടത്തോടെ ഇബാദത്ത് ചെയ്താൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥനയുമായി നീങ്ങുക. ചരിത്രങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അടച്ചറപ്പ് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ലോകം പൊട്ടി പിരിയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.